ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് കേട്ടാൽ തന്നെ പാകിസ്ഥാൻ സൈന്യം നിക്കറിൽ മുള്ളുമെന്ന് പറഞ്ഞാൽ പോലും അത് അതിശയോക്തിയാകില്ല. കാരണം അതിശക്തമായ ഇന്ത്യയുടെ തിരിച്ചടി മൂലം ജീവനും കൊണ്ടോടിയ പാകിസ്ഥാൻ സൈനികരുടെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ ഇന്ത്യ പുറത്തുവിട്ടിരിക്കുകയാണ്. ഇനി തെളിവ് ചോദിച്ചുകൊണ്ട് ഒരുത്തനും ഈ 7 അയലത്ത് കണ്ടുപോകരുതെന്ന് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് കൂടുതൽ സർക്കാസ്റ്റിക്കായി തന്നെ അവതരിപ്പിക്കാനായി സൈന്യത്തിന് സാധിക്കുന്നുണ്ട്. ഇനി മറുഭാഗത്ത് പാകിസ്ഥാൻ ഭയന്നത് അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു. ഇതുവരെ പുറത്തു വരാത്ത ചില വിവരങ്ങൾ ഇന്ത്യൻ സൈന്യം പുറത്തുവിട്ടിരിക്കുന്നു. പാകിസ്ഥാന്റെ തന്നെ ഭൂഗർഭ സംവിധാനത്തെ അടക്കം തകർത്ത് തരിപ്പണമാക്കി പോയിരിക്കുകയാണ്. മാക്സർ പുറത്തുവിട്ട ഉപഗ്രഹ ചിത്രങ്ങളിലൂടെ പാകിസ്ഥാന് നൽകിയ പഹൽഗാം ഭീകരാക്രമണത്തിന് നൽകിയ ഭീകര തിരിച്ചടി എത്രത്തോളം എന്നുള്ളത് മനസ്സിലാക്കുകയാണ്. ഇന്ത്യയുടെ കരനാവിക വ്യോമസേനകളുടെ പ്രത്യാക്രമണത്തിൽ പാകിസ്ഥാന് പിടിച്ചു നിൽക്കാൻ കഴിയാതെ നെട്ടോട്ടമോടുന്ന കാഴ്ച കാണുവാനായി സാധിച്ചിട്ടുണ്ട്. ആദ്യം ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ഈ സൈനിക നടപടി ആരംഭിച്ചതെങ്കിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ ഇന്ത്യൻ നഗരങ്ങൾക്ക് നേരെയും അതുപോലെ തന്നെ ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയും സാധാരണ ജനങ്ങൾക്ക് നേരെയും ഉണ്ടായപ്പോൾ അതിശക്തമായ രീതിയിൽ തന്നെയാണ് മാരക പ്രഹരം തന്നെയാണ് വീണ്ടും നൽകിയത്. ഇനി മെയ് 10-ാം തീയതി പാകിസ്ഥാന്റെ മുറിദ് വ്യോമതാവളത്തിന് നേർക്ക് ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പ്രധാനപ്പെട്ട 3 ഇടങ്ങൾ. അതിലാദ്യത്തേത് മുറിദിലുണ്ടായിരുന്നുവെന്ന് സംശയിക്കുന്ന ഭൂഗർഭ സംവിധാനങ്ങളെ ഇന്ത്യ ലക്ഷ്യം വെച്ചു തകർത്ത് തരിപ്പണമാക്കി. ഈ ചിത്രങ്ങളിലൂടെ കൃത്യമായി എവിടെയൊക്കെ ലൊക്കേറ്റ് ചെയ്തു എന്നുള്ളത് വ്യക്തമായി തന്നെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ദേശീയ മാധ്യമങ്ങളാണ് മാക്സാർ ടെക്നോളജീസ് പുറത്തുവിട്ട ഈ ഉപഗ്രഹ ചിത്രങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഇക്കാര്യം പുറത്തു പറയുന്നത്. മുറിദ് വ്യോമതാവളത്തിനുള്ളിൽ അതീവ സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കിയിട്ടുള്ള ഒരു സബ് കോംപ്ലക്സിനുള്ളിലെ പ്രവേശന കവാടത്തിൽ നിന്നും 30 മീറ്റർ അകലെയായി 3 മീറ്റർ വീതിയുള്ള ഒരു വലിയ ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നു. ഉപഗ്രഹ ചിത്രങ്ങളിലൂടെ ഇത് വ്യക്തമായി തന്നെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതായത് ഭൂ ഉപരിതലത്തിൽ നിന്നും 30 മീറ്റർ താഴെ അവർ ഒരുക്കി വെച്ചിരുന്ന സർവ്വസന്നാഹങ്ങളെയും ഇന്ത്യ കത്തിച്ച് ചാമ്പലാക്കി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡബിൾ ഫെൻസിംഗ് സംവിധാനങ്ങൾ, നിരീക്ഷണ സ്തൂപങ്ങൾ, അതിസുരക്ഷാ ക്രമീകരണങ്ങൾ ഇതൊക്കെ തന്നെ ഈ മേഖലയിൽ ഒരുക്കിയിട്ട് പോലും ആകാശ മേഖലയിലൂടെ വ്യോമമേഖലയിലൂടെ ഇന്ത്യ പറന്നടിച്ചു എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി കമാൻഡ് ആൻഡ് കൺട്രോൾ ഫംഗ്ഷനിങ് അല്ലെങ്കിൽ ഡ്രോൺ ഓപ്പറേഷനുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിർണായക സംവിധാനങ്ങളൊക്കെ തന്നെ ഈ ഭൂമിക്കടിയിൽ അവർ ഒരുക്കിയിരുന്നു എന്നാണ് സംശയിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം കൂടിയായിരുന്നു ഇന്ത്യ തകർത്തിരിക്കുന്നത്. ഇതിൽ നിന്നും എഴുന്നേറ്റ് കരകയറാനായി ഏതാനും വർഷങ്ങൾ തന്നെ പാകിസ്ഥാന് വേണ്ടി വരുമെന്ന് സാരം. അതുകൊണ്ട് തന്നെ ഈ ആക്രമണത്തിൻ്റെ ഫലമായി രൂപം കൊണ്ട ഗർത്തത്തിൻ്റെ സാമീപ്യം തന്നെ ജിയോ ഇൻ്റലിജൻസ് റിസർച്ചായിട്ടുള്ള ഡാമിയൻ സൈമൺ പറയുന്നതനുസരിച്ച് അതിഭീകരമായ തിരിച്ചടി എന്ന് വേണം പറയേണ്ടത്. ദേശീയ മാധ്യമങ്ങൾ പ്രത്യേകിച്ചും NDTV അടക്കം ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പുറത്തുവിട്ട് കഴിഞ്ഞിരിക്കുന്നു. വളരെ പ്രിസൈസ് ആയിട്ടുള്ള, വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള, വളരെ ആഴത്തിൽ പതിക്കും വിധത്തിലുള്ള ആക്രമണമായിരുന്നു ഇന്ത്യ നടത്തിയത്. പാകിസ്ഥാൻ്റെ സുപ്രധാന മേഖല, അവിടുത്തെ സംരക്ഷണ സംവിധാനങ്ങൾ ഇതിനെയൊക്കെ തന്നെ തകർത്ത് തരിപ്പണമാക്കി കഴിഞ്ഞു എന്നത് വ്യക്തമായി നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ ഭൂഗർഭ സൈനിക സംവിധാനത്തെ പ്രവർത്തനരഹിതമാക്കാൻ വേണ്ടി ഇന്ത്യ നടത്തിയ ആദ്യത്തെ ആക്രമണമായി തന്നെ മുരുദിലെ ഇത് എടുത്തു പറയാനായി സാധിക്കും. ഇനി അടുത്തത് ഒരു വ്യോമതാവളത്തിൻ്റെ മേൽക്കൂരയുൾപ്പെടെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്ന ദൃശ്യം. അതിനുള്ളിലുണ്ടായിരുന്ന വ്യോമ സംവിധാനങ്ങളെയൊക്കെ തന്നെ ഇന്ത്യ തകർത്തിരിക്കും എന്നുള്ള സംശയം തന്നെയാണ് ഇപ്പോൾ പങ്കുവയ്ക്കപ്പെടുന്നത്. ഇന്ത്യൻ അതിർത്തിയോട് തന്നെ ചേർന്നുള്ള മുറിദ് വ്യോമതാവളം സ്ഥിതി ചെയ്യുന്ന മേഖലയിൽ യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും മിസൈലുകളും അടക്കം സൂക്ഷിച്ചിരിക്കുന്ന പാകിസ്ഥാൻ്റെ വ്യോമായുധ സംവിധാനങ്ങളെ സജ്ജമാക്കുന്ന ഏറ്റവും നിർണായക കേന്ദ്രത്തിൽ തന്നെയാണ് ഇന്ത്യ അടികൊടുത്തത്. മറ്റൊരു വ്യോമതാവളമായിട്ടുള്ള നൂർഖാനിലും നേരത്തെ നൽകിയതിനേക്കാൾ ഭീകരമായ കേടുപാടുകൾ നൽകിയിരിക്കുന്നു, അതിശക്തമായ പ്രഹരമേൽപ്പിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് അടുത്ത ചിത്രത്തിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത്. ഇന്ത്യൻ ആക്രമണത്തിന് പുറകെ തന്നെ അവശിഷ്ടങ്ങൾ നീക്കി ഇവിടം വൃത്തിയാക്കുന്ന ചില സൂചനകളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. C-130 ഹെർക്കുലീസ്, IL-78 റീഫ്യൂവലിംഗ് എയർക്രാഫ്റ്റ് തുടങ്ങിയവ സൂക്ഷിച്ചിരുന്ന ഒരു ഇടം തന്നെയാണ് നൂർഖാൻ വ്യോമതാവളമെന്ന് പറയുന്നത്. എന്നാൽ ഈ ആക്രമണത്തിലൂടെ C-130 ഹെർക്കുലീസ് വിമാനത്തിനടക്കം പരിക്ക് സംഭവിച്ചു എന്ന കാര്യത്തിൽ വ്യക്തത ഒന്നും പുറത്തു വരുന്നില്ല. ഒരുപക്ഷെ അവിടെ ആ വിമാനം ഉണ്ടായിരുന്നെങ്കിൽ അതുൾപ്പെടെ ചാമ്പലായിരിക്കുമെന്നുള്ള സൂചനയാണ് നൽകുന്നത്. അതുകൂടാതെ തന്നെ ഓപ്പറേഷൻ സിന്ദൂറിനിടയിൽ ഇന്ത്യ നടത്തുന്ന ആക്രമണത്തിൽ
പാകിസ്ഥാൻ സൈനികർ ജീവനും കൊണ്ട് നെട്ടോട്ടമോടുന്ന ഭയന്നോടിക്കൊണ്ടിരിക്കുന്ന ചില ദൃശ്യങ്ങളും അതിർത്തി രക്ഷാ സേനയായിട്ടുള്ള ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് BSF പുറത്തുവിട്ടിരിക്കുകയാണ്. 5 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ ദൃശ്യത്തിലൂടെയാണ് ഇന്ത്യ നടത്തിയ ആക്രമണത്തിന്റെ വിശദമായ വിവരം ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് അവർ പങ്കുവച്ചത്. ഇന്ത്യയുടെ അതിശക്തമായ ഈ തിരിച്ചടിയെ പ്രതിരോധിക്കാൻ കഴിയാതെ, അതിനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ജീവനും കൊണ്ട് നെട്ടോട്ടമോടുന്ന പാകിസ്ഥാൻ സൈനികരെയാണ് ആ വീഡിയോയിൽ കാണാൻ കഴിയുന്നത്. പാകിസ്ഥാൻ പോസ്റ്റിലെ ആക്രമണങ്ങൾക്ക് പിറകെ അവരോടി രക്ഷപ്പെടുന്നത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇന്ത്യൻ സൈന്യം തകർത്തത് പാകിസ്ഥാന്റെ 72ഓളം പോസ്റ്റുകളായിരുന്നു. ചൊവ്വാഴ്ച പുറത്തിറങ്ങിയ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഏറ്റവും പുതിയ വീഡിയോയിൽ പാകിസ്ഥാന്റെ മേഖലയ്ക്കുള്ളിൽ തന്നെ ഇന്ത്യ നടത്തിയിരിക്കുന്ന ഭീകര ക്യാമ്പുകൾക്ക് നേരെയുള്ള അതിശക്തമായ ആക്രമണങ്ങൾ എടുത്തു കാണിക്കുകയാണ് ചെയ്യുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ശക്തി കണ്ട് പട്ടാളക്കാർക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ തങ്ങളുടെ സൈനിക പോസ്റ്റിൽ ആയുധങ്ങളൊക്കെ വലിച്ചെറിഞ്ഞുകൊണ്ട് ഇറങ്ങി ഓടുന്നൊരു കാഴ്ചയാണ് കാണുവാൻ കഴിയുന്നത്. ഇത്രയധികം വലിയൊരു തിരിച്ചടി ഒരിക്കലും അവർ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നുവെന്നും അതുകൊണ്ടാണ് അവർ ഓടിപ്പോയതെന്നും, പക്ഷേ അവർ അവരുടെ തീവ്രവാദ കേന്ദ്രങ്ങളെ വീണ്ടും പുനഃസ്ഥാപിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്നുകൂടി BSF DIG വ്യക്തമാക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ അതായത് സൈനികരെയല്ല, സൈനിക പോസ്റ്റുകളാണ് തകർത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് പുനർനിർമ്മിക്കാനുള്ള പ്രക്രിയ അവർ ഇതിനോടകം തന്നെ ആരംഭിച്ചു കാണുമെന്ന സൂചനയും നൽകുന്നുണ്ട്. അതിലൂടെ തന്നെ വ്യക്തമായി പറയുന്നു, അതിനെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യാതെ ഒരു ശാശ്വത പരിഹാരത്തിലേക്ക് എത്താനായി സാധിക്കില്ല. അന്താരാഷ്ട്ര അതിർത്തി മേഖലയ്ക്ക് അടുത്തുള്ള പാകിസ്ഥാന്റെ തീവ്രവാദ കേന്ദ്രങ്ങൾക്കും പാകിസ്ഥാൻ സൈനികരുടെ പോസ്റ്റുകൾക്കുമൊക്കെ ഇത്തരത്തിൽ വലിയ കേടുപാടുകളാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നൽകിയിരിക്കുന്നതെന്നാണ് BSF പറയുന്നത്. പാകിസ്ഥാന്റെ പോസ്റ്റുകളൊക്കെ തന്നെ നാമാവശേഷമാക്കി ഇന്ത്യ നടത്തിയ ഈ ആക്രമണം കനത്ത നാശം വിതച്ചതൊക്കെ തന്നെ ഈ ദൃശ്യങ്ങളിലൂടെ കാണാനായി സാധിക്കുന്നുണ്ട്. ലക്ഷ്യമൊന്നും ഇതുവരെയും പിഴച്ചിട്ടില്ല. എവിടെയാണോ ലക്ഷ്യം വെച്ചത് പ്രതീക്ഷിച്ചതിലും അപ്പുറം വിജയകരമായിരുന്നു ഈ ദൗത്യം എന്ന ഒരു സൂചന കൂടിയാണ് ഇന്ത്യയുടെ ആക്രമണങ്ങളിലൂടെ, അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വരുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓരോ ദിവസം കഴിയുന്തോറും ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ അഭിമാനകരമായ പോരാട്ട വീര്യം തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഭീകരകേന്ദ്രങ്ങൾ തകർത്തെറിഞ്ഞ ഇന്ത്യൻ സേന പാകിസ്ഥാൻ്റെ ആക്രമണ ശ്രമങ്ങളെയൊക്കെ തന്നെ വേരോടെ പിഴുതെറിയുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ പുറത്തു വിട്ടുകൊണ്ട് ഇന്ത്യൻ സേന എത്രത്തോളം കരുത്തരാണ് നമ്മളെന്നും, എത്രത്തോളം ഭയപ്പെട്ടോടുകയാണ്, എത്രത്തോളം പരാജിതരാണ് പാകിസ്ഥാൻ സൈന്യമെന്നും കൂടി ഇക്കൂട്ടത്തിൽ എടുത്തു കാട്ടുകയാണ്. നേരത്തെ തകർത്ത 9 ഭീകര കേന്ദ്രങ്ങളുടെ ചിത്രം സൈന്യം പുറത്തു വിട്ടിരുന്നു. എന്നാൽ അതിൻ്റെ ഡീറ്റെയിൽഡ് ഓപ്പറേഷൻ ആണ് ഇപ്പോൾ പുറത്തു വിട്ടിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന് പിറകെ പല തവണയായി പാകിസ്ഥാൻ ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടു. പക്ഷേ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, സുരക്ഷാ കവചം, സുദർശന ചക്രമടക്കം പാകിസ്ഥാന്റെ ഡ്രോണുകളെയും മിസൈലുകളെയും തകർത്ത് മറുപടിയായി അതിശക്തമായ തിരിച്ചടിയും നൽകി. തുർക്കി നിർമ്മിത ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിലെ 4 വ്യോമതാവളങ്ങളടക്കം 38 കേന്ദ്രങ്ങളെയാണ് പാകിസ്ഥാൻ സൈന്യം ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തിയത്. അതിൽ 400 ഡ്രോണുകളെ അടക്കം ഇന്ത്യ വെടിവെച്ചിട്ടു. ഇന്ത്യൻ പ്രതിരോധ സംവിധാനം അതൊക്കെ തന്നെ നിഷ്പ്രഭമാക്കി. പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിലെയും പാകിസ്ഥാനിലെയും ഒട്ടനവധി ഭീകര കേന്ദ്രങ്ങളെ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തകർത്തെടുക്കാൻ നമുക്ക് കഴിഞ്ഞു. മുസഫർബാദിലെ സഫായിനാല, സൈദിന ബിലാൽ എന്നിവിടങ്ങളിലുള്ള 2 ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ ഭസ്മമാക്കി മാറ്റി എന്ന് പറയുന്നതാകും കൂടുതൽ ശരി. അതോടൊപ്പം തന്നെ ഗുൽപൂർ, ബർനാല, അബ്ബാസ് എന്നിവിടങ്ങളിലെ ഭീകര കേന്ദ്രങ്ങളും നാമാവശേഷമായിട്ടുണ്ട്. ഇനി എടുത്തു പറയേണ്ടത് ലോണി, മസ്പൂർ, ജബാര, അഗ്നൂർ, സാംബ, ആർഎസ്പുര സെക്ടറുകളിലെ നിരവധി ഭീകര പാഡുകളൊക്കെ BSF തകർത്തു എന്ന് BSF ജമ്മു ഫ്രോണ്ടിയർ ഇൻസ്പെക്ടർ ജനറൽ ശശാങ്ക് ആനന്ദും വ്യക്തമാക്കിയിട്ടുണ്ട്. മെയ് 9, 10 തീയതികളിൽ പാകിസ്ഥാൻ അഗ്നൂർ സെക്ടറിൽ പ്രകോപനമില്ലാതെ വെടിയുതിർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. BSF പോസ്റ്റുകളെ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയായിരുന്നു അവരുടെ ആക്രമണവും. അതിനുള്ള മറുപടി എന്നോണം ലഷ്കർ-ഇ തൈബയുടെ ലോണി ലോഞ്ച് പാഡിനെ ഞങ്ങൾ ആക്രമിച്ച് കനത്ത നാശനഷ്ടമാണ് അവിടെ നൽകിയത്. ബഹാവൽപൂർ, മുരിദ്, സർജൽ, മഹ്മൂന ജോയ എന്നീ സ്ഥലങ്ങളിലെ ഭീകര കേന്ദ്രങ്ങൾ തകർത്ത ഇന്ത്യ ആകെ 9 കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടതിൽ അവർക്ക് ഇനി തല ഉയർത്തിപ്പിടിച്ച് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരുന്നു. ഏപ്രിൽ 22-നായിരുന്നു കശ്മീരിലെ പഹൽഗാമിൽ നമ്മുടെ രാജ്യത്തെ നടുക്കിയ ഈ ഭീകരാക്രമണം ഉണ്ടായത്. പഹൽഗാമിലെത്തിയ സാധാരണ ജനങ്ങളായ വിനോദസഞ്ചാരികൾക്ക് നേരെയാണ് ഭീകരവാദികൾ വെടിയുതിർത്തത്. ഭീകരാക്രമണത്തിൽ 26 പേർ കൊല്ലപ്പെടുകയും അതിനു പിന്നാലെ ഇന്ത്യ തക്കതായ തിരിച്ചടി നൽകുകയും ചെയ്തിരുന്നു.